കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിർദ്ദേശാനുസരണം നിർമ്മിച്ച പൗലോസ്ലീഹായുടെ കല്ലറയായി വണങ്ങിയിരുന്ന സ്ഥലത്തുള്ള ആദ്യത്തെ ദേവാലയം 324 AD-യിൽ പോപ്പ് സിൽവസ്റ്ററാണ് കോൺസെക്രേറ്റ് ചെയ്തത്. 390-ൽ തെയോഡോഷ്യസിൻ്റെ കാലത്ത് പുതുക്കി പണിത ആ ദേവാലയം അന്നത്തെ കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായിരുന്നു. 1823 ജൂലൈ 15 സംഭവിച്ച മഹാ അഗ്നിബാധ ദേവാലയത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. അത് പുനർനിർമ്മിച്ചതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ദേവാലയം. 4 വശങ്ങളോടുകൂടിയ അതിവിശാലമായ നടുമുറ്റത്തോടു കൂടിയ ഈ ദേവാലയം പ്രാചീന കോൺസ്റ്റന്റൈൻ ദേവാലയത്തിൻ്റെ അതേ സ്ട്രക്ചറാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒത്ത നടുക്ക് സെയിൻറ്റ് പോളിൻ്റെ ഒരു സ്റ്റാച്യു ആണുള്ളത്. കയ്യിൽ പുസ്തകവും വാളുമേന്തി നിൽക്കുന്ന പൗലോസ്ലീഹ. ജൂസപ്പെ ഒബീച്ചിയാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചത്. കയ്യിലിരിക്കുന്ന ബുക്ക് പൗലോസ്ലീഹായുടെ രചനകളെ സൂചിപ്പിക്കുന്നു. ഇത് പഴയകാല ബസിലിക്കയുടെ ചിത്രങ്ങൾ അകത്തെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. വാള് പൗലോസ്ലീഹായുടെ മിഷനെയും അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ മരണത്തെയും സൂചിപ്പിക്കുന്നു. ഇരുതല മൂർച്ചയുള്ള വാള് ദൈവവചനം തന്നെ. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം പൗലോസ്ലീഹായുടെ ദർശനവും ഓരോ ക്രൈസ്തവൻ്റെയും വിളിയും വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പൗലോസ്ലീഹ ലോകത്തോട് പ്രഘോഷിച്ച ദൈവവചനത്തിൻ്റെ വലിയ വക്താവായ അപ്പോസ്തലൻ ഓരോ ക്രൈസ്തവർക്കും നൽകുന്ന നിർദ്ദേശം ഇതാണ്. തനി ബസിലിക്ക സ്റ്റൈലിലുള്ള ഈ ദേവാലയത്തിൻ്റെ ശില്പി ആർക്കിടെക്റ്റ് ജൂസപ്പെ വലാഡിയർ. അദ്ദേഹമാണ് കൊളോസിയവും ഈ ആർച്ച് ഓഫ് ടൈറ്റസും ഒക്കെ പുനർനിർമ്മിച്ചത്. പോപ്പ് ലിയോ 12 അദ്ദേഹത്തിൻ്റെ ദർശനം അംഗീകരിച്ചു. പൂർണ്ണമായും പുതിയൊരു ദേവാലയം പഴയ റൂയിൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുക. അതാണ് നമ്മൾ ഈ കാണുന്ന സാൻ പൗളോ ഫോറി ലെമൂറെ. സിറ്റി വാളിന് ഔറേലിയൻ വാളിന് പുറത്തുള്ള ഔറേലിയൻ വാളിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ പൗലോസ്ലീഹ മരിച്ച ത്രേഫൊന്താനയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയായി പൗലോസ്ലീഹയുടെ കല്ലറയ്ക്ക് മുകളിൽ പണിതിരിക്കുന്ന ഈ പൗലോസ്ലീഹയുടെ മേജർ ബസിലിക്ക. ഒരു നടുത്തളവും 4 പാർശ്വ ഹോളുകളും 2 സൈഡിലും 2 വീതം തൂണുകൾ കൊണ്ട് വിഭജിച്ചിരിക്കുന്നു. ഏറ്റവും മുകളിൽ ആവശ്യത്തിന് ജനലുകളുണ്ട്. ബസിലിക്ക സ്റ്റൈലിൽ അകത്ത് വെളിച്ചം കിട്ടാൻ. അതിൻ്റെ താഴെയുള്ള മൊസൈക്കിൽ പൗലോസ്ലീഹയുടെ ജീവചരിത്രം, അതിൻ്റെ താഴെ ലോകത്തുള്ള എല്ലാ പരിശുദ്ധ പിതാക്കന്മാരുടെയും റിലീഫ് വർക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഒരു ലാറ്റിൻ ക്രോസിൻ്റെ ഷേപ്പാണ്. ആ ക്രോസിൽ ആ കുരിശിൽ കർത്താവിൻ്റെ മുഖം വരുന്നത് സ്ഥലത്താണ് നടുക്കുള്ള പേപ്പൽ ഓൾട്ടർ ഉള്ളത്. അത് പണിതിരിക്കുന്നത് പൗലോസ്ലീഹായുടെ കല്ലറയ്ക്ക് നേരെ മുകളിലാണ്. കല്ലറയ്ക്കും തിരുശേഷിപ്പുകൾക്കും അൾത്താരയ്ക്കും മുകളിലുള്ള ആ കാനപ്പി അല്ലെങ്കിൽ കൂടാരം 1282 നിർമ്മിച്ചതാണ്. അർണോൾഫോ ദി കാംബിയോ എന്ന ശില്പിയാണ് അത് ഡിസൈൻ ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് പൗലോസ്ലീഹായുടെ കല്ലറയാണ്. ഏതാണ്ട് 1 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന എക്സ്കവേഷൻസിൻ്റെ ഫലം 2006 ഡിസംബർ 6-ാം തീയതി ബെനഡിക്ട് 16 പാപ്പ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു. അവിടെയുള്ള ആ സ്ലാബെല്ലാം 1-ാം നൂറ്റാണ്ടിലെ കല്ലറയുടെ അവശിഷ്ടങ്ങളായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് അത് പ്രഖ്യാപിച്ചത്. ഈ കാണുന്നതാണ് പൗലോസ്ലീഹായുടെ കല്ലറ. കല്ലറയ്ക്ക് മുകളിൽ കാണുന്നത് റോമിലുള്ള പൗലോസ്ലീഹായുടെ അവസാനത്തെ കാരാഗൃഹവാസ കാലത്ത് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ചങ്ങലയാണ്. ഡിസംബർ 29-ാം തീയതി പൗലോസ്ലീഹായുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ ഒരു ചങ്ങല റോമിലെ തെരുവുകളിലൂടെ പ്രദക്ഷിണമായി കൊണ്ടുപോകുന്ന പതിവുണ്ട്. പെസഹാ തിരി വഹിക്കുന്നതിനുള്ള ഈ പാസ്കൽ കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിപ്പമുള്ളതാണ്. ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പ്രഘോഷിക്കുന്നു. മനുഷ്യൻ്റെ ജനനവുമായും മരണവുമായും ബന്ധപ്പെട്ട് ഒരു തിരിയുടെ അടയാളം സഭയിൽ എപ്പോഴും പ്രഘോഷിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ജീവനാണ് ജനിക്കുന്ന കുട്ടിക്ക് എടുത്തു കൊടുക്കുന്നതും മരിക്കുമ്പോൾ അയാളുടെ തലയ്ക്കൽ കത്തിച്ചു വയ്ക്കുന്നതും. അതാണ് ആ പാസ്കൽ കാൻഡിൽ സ്റ്റിക്ക്
പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് നമ്മളെ കാനപ്പിക്ക് അപ്പുറയായി, കാനപ്പിക്കും മെയിൻ അൾത്താരയ്ക്കും ഇടയ്ക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു കുരിശിൻ്റെ ദർശനം നമുക്ക് കിട്ടും. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും രണ്ട് കരങ്ങൾ നിവർന്നു നിൽക്കുന്നത് പോലുള്ള മഹാദേവാലയം. ഏറ്റവും വലിപ്പം കൊണ്ട് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് ശേഷം ലോകത്തെ രണ്ടാമത്തെ വലിപ്പമുള്ള ദേവാലയമാണ് ഈ സെയിൻറ്റ് പോൾ ബസിലിക്ക. പ്രധാനമായും 4 ചാപ്പലുകൾ കൂടി ഇതിനോടനുബന്ധിച്ച് ഉണ്ട്. ഇത് സെയിൻറ്റ് പോളിൻ്റെ കൺവേർഷൻ, ആ കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന ദൃശ്യങ്ങളാണ് ഈ ചാപ്പലിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ചാപ്പൽ ഓഫ് സെയിൻറ്റ് സ്റ്റീഫൻ, വിശുദ്ധ സ്റ്റീഫൻ്റെ പേരിൽ സമർപ്പിതമായിരിക്കുന്നു. അതിനടുത്തത് സെയിൻറ്റ് ലോറൻസിൻ്റെ പേരിൽ സമർപ്പിതമാണ്. ഇതാണ് സെയിൻറ്റ് സ്റ്റീഫൻ്റെ ചാപ്പൽ. പിന്നെ സെയിൻറ്റ് ബെനഡിക്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്പൽ ഈ പരിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന ചാപ്പലാണ്. അവിടെയുള്ള അത്ഭുത ക്രൂശിത രൂപം മഹാഅഗ്നിബാധയെ അതിജീവിച്ചതാണ്. 13-ാം നൂറ്റാണ്ടിലെയാണ്. ഈ ക്രൂശിത രൂപത്തിന് മുമ്പിലാണ് സ്വീഡനിലെ സെയിൻറ്റ് ബ്രിഡ്ജിറ്റ് പ്രാർത്ഥിച്ചത്. അവിടെ വെച്ച് വിശുദ്ധിക്ക് വെളിപാടുണ്ടായി എന്ന് പറയുന്നു. അവിഞ്ഞോൺ പേപ്പസിയിൽ നിന്നും പരിശുദ്ധ പിതാവിനെ രക്ഷിച്ച് റോമിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ദൗത്യം സെയിൻറ്റ് ബ്രിഡ്ജിറ്റാണ് ഏറ്റെടുത്തത്. ഇത് പരിശുദ്ധ അമ്മയുടെ കൊറോണേഷനാണ്. കിരീടധാരണത്തിൻ്റെ ദൃശ്യം റാഫേലിൻ്റെ ചിത്രത്തിൻ്റെ അനുകരണമാണ്. അപ്പോസ്തലന്മാരെല്ലാം പരിശുദ്ധ അമ്മയുടെ കല്ലറയിൽ തിരയുന്നു. അവിടെ പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുകളിലായി പിതാവും പുത്രനും കൂടി പരിശുദ്ധ അമ്മയെ കിരീടം ധരിപ്പിക്കുന്നു. ബസിലിക്കയിലെ ഏറ്റവും പഴക്കമുള്ള ഭാഗമാണിത്, ക്ലോയിസ്റ്റർ. ഇതിനകത്ത് ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. അഗ്നിബാധയ്ക്ക് മുമ്പുള്ള പള്ളിയുടെ അവശിഷ്ടങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പണ്ട് മൃതസംസ്കാര കർമ്മങ്ങൾ നടത്തിയിരുന്നത്, ഇതൊരു മൃതസംസ്കാര പെട്ടിയാണ്. റോമൻ നിയമം അനുസരിച്ച് സിറ്റി വാളിനകത്ത് മരിച്ചവരെ അടക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. ഈ ഓസ്റ്റിയൻ വേയിലുള്ള ഈ പൗലോസ്ലീഹായുടെ സ്മൃതി മണ്ഡപം അന്ന് സിറ്റി വാളിന് പുറത്തായിരുന്നു. അതുകൊണ്ട് അവിടെ മനുഷ്യരെ അടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ കാര്യങ്ങളുടെ എല്ലാ അവശിഷ്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പള്ളിയുടെ പുറത്താണ് ഈ അവശിഷ്ടങ്ങൾ. ഇവിടെ നിന്ന് നമുക്ക് പഴയ കോൺസ്റ്റന്റൈൻ ബസിലിക്കയ്ക്ക് അകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നു. 4-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ബസിലിക്കയുടെ അവശിഷ്ടം. ഇതിൽ നിന്നും ആ ബസിലിക്കയുടെ സൈസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനാവുന്നതാണ്. മഹാവിശുദ്ധനായ പൗലോസ്ലീഹായുടെ കല്ലറയിൽ നിന്ന് അദ്ദേഹത്തെ ബന്ധിച്ച ചങ്ങലയൊക്കെ കണ്ട് നിൽക്കുമ്പോൾ കൊരിന്ത്യൻസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹാ തൻ്റെ ജന്മം ഒന്ന് സംഗ്രഹിക്കുന്നു. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്. ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്തത്തിലകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്നും 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. ഇമാതിരി കഷ്ടപ്പാടുകൾ സഹിച്ച് ദൈവവചനം പ്രസംഗിച്ച വിശുദ്ധ പൗലോസിൻ്റെ കല്ലറയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൗത്യം അതാണ്. ദൈവവചനത്തിൻ്റെ വക്താക്കളാവുക. അത് സമയവും കാലവും ഒന്നും നോക്കാതെ എവിടെയും ഉച്ചൈസ്തരം പ്രഘോഷിക്കുക. അതാണ് പൗലോസ്ലീഹായുടെ കയ്യിലിരിക്കുന്ന ആ വാള് നൽകുന്ന ദർശനം. അതുതന്നെയാണ് പൗലോസ്ലീഹായുടെ ഈ കബറിടം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നത്. ഇന്നും ശിരസ്സുയർത്തി വലിയൊരു ബസിലിക്കയായി തന്നെ സെയിൻറ്റ് പോൾ ബസിലിക്ക ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു. ആ ബസിലിക്കയും അതിലുള്ള ഓരോ കാഴ്ചയും അവിടുത്തെ കല്ലറയും കർത്താവിൻ്റെ തിരുച്ചോരയുടെ ജീവൻ ലോകത്തോട് ഉച്ചൈസ്തരം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു.